വാർത്തയിലേക്ക് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പേരാവൂരിൽ മത്സരിക്കും. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും മത്സരിക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചു. പേരാവൂരിൽ ആര് നിന്നാലും LDF വിജയിക്കുമെന്നും സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും KK ശൈലജ പ്രതികരിച്ചു. അറിയില്ല, പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുന്നല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാലല്ലേ സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിക്കുള്ളൂ. പാർട്ടി സെക്രട്ടേറിയറ്റ് നാളെയുണ്ട്, ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവുകയാണ്. 8-ാം തീയതിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഓക്കെ, പത്രത്തിൽ എന്തെല്ലാം വരുന്നു. പേരാവൂർ ആര് സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലമാണ്. സ്ഥാനാർത്ഥി ആരാന്നുള്ളതൊക്കെ പാർട്ടി പിന്നെ തീരുമാനിക്കും. അതെ 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 കുറെ കാലമായിട്ട് അദ്ദേഹമാണല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിന് ജയിക്കാവുന്ന മണ്ഡലമാണ് പേരാവൂർ. ഓക്കെ, ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബിജീഷ്, KK ശൈലജ പേരാവൂരിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായി മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി പേരാവൂർ മാറും എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഇപ്പോൾ മട്ടന്നൂർ തന്നെ വേണമെന്നായിരുന്നു KK ശൈലജ ആവശ്യപ്പെട്ടത്. പക്ഷേ നേതൃത്വത്തിന് വഴങ്ങുകയായിരുന്നോ? തീർച്ചയായും CPM-ന്റെ സംസ്ഥാന നേതൃത്വം KK ശൈലജയെ പേരാവൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിയോഗിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശൈലജ പേരാവൂരിൽ മത്സരിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിനകത്ത് ഒരു അന്തിമ തീരുമാനം എടുത്തിരിക്കുകയാണ്. സംസ്ഥാന സമിതി കൂടി ഇത് അംഗീകരിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. 2006 ആദ്യമായിട്ട് പേരാവൂരിൽ KK ശൈലജ മത്സരരംഗത്തെത്തുന്നത്. ആ ഘട്ടത്തിൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു പേരാവൂർ. AD മുസ്തഫ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു അന്ന് സിറ്റിംഗ് MLA. AD മുസ്തഫയെ 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് KK ശൈലജ പേരാവൂരിൽ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് 2011 മണ്ഡല പുനർനിർണയം കഴിഞ്ഞ ഘട്ടത്തിൽ വീണ്ടും പേരാവൂരിൽ മത്സരിക്കാൻ രണ്ടാം ഊഴത്തിന് പേരാവൂരിലെത്തിയ KK ശൈലജ അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫ് എത്തി. സണ്ണി ജോസഫ് ആ മത്സരത്തിൽ KK ശൈലജയെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. 4,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് സണ്ണി ജോസഫ് നേടിയത്. തുടർന്ന് 2011 ശേഷം ശൈലജ കൂത്തുപറമ്പിലും പിന്നീട് ഈ 2021 തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിലും മത്സരിച്ചു. മട്ടന്നൂർ KK ശൈലജയുടെ ജന്മനാട് കൂടിയുള്ള ആ മേഖലയാണ്. അതുകൊണ്ട് തന്നെ മട്ടന്നൂരിൽ മത്സരിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു KK ശൈലജയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ CPM സംസ്ഥാന നേതൃത്വം പറഞ്ഞത് 2006 നേടിയ വിജയം, ഒരു അട്ടിമറി വിജയം പേരാവൂരിൽ നേടിയിരുന്നു. അതുപോലെ സമാനമായിട്ടുള്ള ഒരു വിജയം ഇത്തവണ പേരാവൂരിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് CPM നേതൃത്വം ശൈലജയുടെ മുന്നിൽ വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശൈലജ പേരാവൂരിലേക്ക് മത്സരിക്കാനെത്തുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അതായത് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ വിജയിച്ചത് കേവലം 3,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ്. അന്ന് ഇരിട്ടി ഏരിയ സെക്രട്ടറിയായ സക്കീർ ഹുസൈൻ ആയിരുന്നു സണ്ണി ജോസഫിനെ എതിരിടാൻ LDF-ന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നത്. സണ്ണി ജോസഫിനെ അന്ന് സക്കീർ ഹുസൈൻ ശരിയായ അർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് KK ശൈലജ ഇത്തവണ മത്സരരംഗത്ത് ഇറക്കാനുള്ള തീരുമാനം CPM എടുത്തത്. ആ CPM-ന്റെ തീരുമാനത്തിന് ഒടുവിൽ KK ശൈലജയ്ക്ക് വഴങ്ങേണ്ടി വന്നു. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ മീറ്റിംഗിന് ശേഷം KK ശൈലജ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിന്റെ പ്രതികരണമാണ് തൊട്ടു മുൻപ് നമ്മൾ കണ്ടത്. ആ ഘട്ടത്തിൽ പേരാവൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർക്കും വിജയം നേടാമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് KK ശൈലജ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഇപ്പോൾ അല്പം മുൻപ് സണ്ണി ജോസഫും മാധ്യമങ്ങളെ കണ്ടു. ആ ഘട്ടത്തിൽ സണ്ണി ജോസഫും പറയുന്നത് പേരാവൂരിൽ ഇത്തവണ UDF-ന്റെ വിജയം സുനിശ്ചിതമാണ് എന്നാണ്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടില്ല എന്ന് സണ്ണി ജോസഫ് പറയുമ്പോഴും സണ്ണി ജോസഫിന് വേണ്ടി നേരത്തെ തന്നെ പേരാവൂരിൽ ഫ്ലക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് ആയിരിക്കും ഇത്തവണ പേരാവൂരിൽ UDF സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും സണ്ണി ജോസഫും അതുപോലെ തന്നെ KK ശൈലജയും തമ്മിലുള്ള ഒരു രണ്ടാം പോരാട്ടത്തിന് പേരാവൂർ വേദിയാവുകയാണ്. ഒപ്പം തന്നെ ശൈലജ നിയമസഭയിലേക്കുള്ള 6ാം തെരഞ്ഞെടുപ്പിനും രംഗത്തിറങ്ങുകയാണ് ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അനീഷ, ബിജീഷ്, അതാണ് കഴിഞ്ഞ തവണ 3,127 വോട്ടുകൾക്കാണ് സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ വിജയിച്ചത്. പക്ഷേ കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു മേൽക്കൈ ഉണ്ട് LDF-നേക്കാളും. അങ്ങനെ വരുമ്പോൾ KK ശൈലജയുടെ വരവ് അത് എത്ര കണ്ട് നിർണായകമാണ് ഈ മണ്ഡലത്തിൽ? ഇത്തവണ സണ്ണി ജോസഫിന്റെ വിജയം അത്ര എളുപ്പമല്ല എന്നുകൂടിയല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സണ്ണി ജോസഫിന് 2006 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് സിറ്റിംഗ് MLA ആയിട്ടുള്ള AD മുസ്തഫയെ, കോൺഗ്രസിന്റെ ഒരു ഉറപ്പായിട്ടുള്ള സീറ്റിനകത്ത് AD മുസ്തഫയെ 10,000-ൽ പരം വോട്ടിനാണ് KK ശൈലജ ആദ്യം തോൽപ്പിക്കുന്നത്. രണ്ടാമത്തെ
ആ മണ്ഡലത്തിന് പുനർനിർണയം ഉൾപ്പെടെ നടന്നു കഴിഞ്ഞ ശേഷം നടന്ന രണ്ടാം തെരഞ്ഞെടുപ്പിനകത്താണ് കെ ശൈലജയെ സണ്ണി ജോസഫ് ആദ്യം നേരിടുന്നത്. അന്ന് സണ്ണി ജോസഫ് DCC പ്രസിഡന്റ് മാത്രമായിരുന്നു. ആ ഘട്ടത്തിൽ 4000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം സണ്ണി ജോസഫിന് മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞു. നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മലയോര മേഖലയാണ്, കുടിയേറ്റ കർഷകർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു സ്വാധീന മേഖല കൂടിയാണ് പേരാവൂര്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിന് ഒരു മേൽക്കൈ നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ UDF-നുണ്ട്. കാരണം കുടിയേറ്റ കർഷകർ, ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ, ഇവരെയൊക്കെ ആ ഒരു തരത്തിൽ സ്വാധീനിക്കാൻ സണ്ണി ജോസഫിന് കഴിയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ UDF-നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് UDF-ഉം സണ്ണി ജോസഫും ഈ ഘട്ടത്തിൽ പേരാവൂരിൽ ജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നത്. പക്ഷേ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രൂപത്തിൽ കെ ശൈലജ നേടിയ ആ ഒരു മുന്നേറ്റം, കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായി നേടിയ നേട്ടങ്ങൾ, അത് അവരുടെ രാഷ്ട്രീയ ഗ്രാഫിനെ വലിയ തരത്തിൽ ഉയർത്തിയിട്ടുണ്ട്. ഒരു പൊതുസമിതിയിലേക്കും കെ ശൈലജ ഈ ആരോഗ്യമന്ത്രി എന്നുള്ള പ്രവർത്തനം കൊണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കെ ശൈലജയുടെ ഈ പൊതുസമിതി സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റിനെ നേരിടുന്നതിന് പര്യാപ്തമാണ് എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. ഇത്തവണ ശക്തമായൊരു മത്സരം നടത്തുകയും പേരാവൂർ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് CPM കെ ശൈലജയെ നിയോഗിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അനീഷ.